ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് പകരം മൃതസംസ്കാര കുർബാന കൂടിയാൽ മതിയോ? അത് ശരിയോ തെറ്റോ? അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നലെ ഈസ്റ്റർ ആയിരുന്നു. ഈസ്റ്ററിൽ ഒരു 3 കുർബാന കൂടണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ വൈകുന്നേരം കുർബാന ഏതൊക്കെ പള്ളിയിലുണ്ട് എന്നറിയാൻ വേണ്ടി എൻ്റെ ഗ്രൂപ്പിൽ, അതായത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ, കാറ്റഗിസം എനിക്കൊന്നുള്ള ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അതിൽ പലരും പല കമന്റ്സ് പറഞ്ഞു, പല പള്ളിയിലെ കാര്യം പറഞ്ഞു. ഞായറാഴ്ച കുർബാന ഇല്ലാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, ഈസ്റ്റർ ഞായറാഴ്ച എല്ലാ വൈദികരും അവരവരുടെ വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോകുമ്പോൾ രാവിലത്തെ കുർബാന കഴിഞ്ഞ് ആഫ്റ്റർനൂൺ കുർബാന ഉണ്ടാവാറില്ല. അപ്പൊ അതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു, തങ്ങളുടെ പള്ളിയിൽ ഇന്ന് വൈകുന്നേരം ഒരു മൃതസംസ്കാര കുർബാനയുണ്ട്, അപ്പൊ സാറിന് ആ കുർബാന കൂടാമല്ലോ എന്ന്. ഞാനപ്പോൾ അദ്ദേഹത്തിന് മറുപടിയായിട്ട് നൽകിയത് ഇങ്ങനെയാണ്: മൃതസംസ്കാര കുർബാന എന്ന് പറയുന്നത് റിക്വിയം കുർബാനയാണ്. അതായത് മൃഗ സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള കുർബാനയാണ് റിക്വിയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, റിക്വിയം കുർബാന എന്താണെന്ന്. അതായത് പ്രാരംഭ ലാറ്റിൻ പ്രാർത്ഥനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടായതാണ് റിക്വിയം കുർബാന. റിക്വിയം ഇറ്റേണൽ ഡോണ ഈസ് ഡോമിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് കർത്താവെ അവർക്ക് നിത്യവിശ്രമം നൽകണമെന്ന്. ശവസംസ്കാര കുർബാനയാണ്, പരിതാത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള കുർബാനയാണ്, മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കുർബാനയാണ്. പല സ്ഥലത്തും ആ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കുർബാന എന്ന തലത്തിലല്ല പല വൈദികരും ചെന്ന വൈദികരെ അളക്കാനോ അവരെ എല്ലാം കുർബാനയിൽ ചില വാക്കുകളൊക്കെ സാധാരണ കുർബാനയിലേക്ക് പോകുന്നു, മരിച്ചവർക്ക് വേണ്ടി ആകുന്നില്ല. അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വിശദമായി തരാം. ഞാൻ ആരെയും പഠിപ്പിക്കാൻ ആളല്ല എന്ന രീതിയിൽ തന്നെ പറഞ്ഞു കൊള്ളട്ടെ. ഇത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ചിലയിടങ്ങളിൽ സ്മാരക കുർബാന നടത്താറുണ്ട്. സ്മാരക കുർബാന ഉദ്ദേശിക്കുന്നത് എന്താണ്? ചിലപ്പോൾ ഒരു പള്ളിയുടെ തൊട്ടടുത്ത് സിമിട്രി ഉണ്ടാകണമെന്നില്ല, അകലെയായിരിക്കും സിമിട്രി. അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പരേതാത്മാവിന് വേണ്ടിയിട്ട് കുർബാന ചെല്ലുമ്പോൾ ആ സിമിട്രി ഇവിടെയല്ല, മറ്റൊരു സ്ഥലത്താണ്, മറ്റൊരു രാജ്യത്താണ് എങ്കിൽ അവിടെ ഒരു കബറിടത്തിന്റെ അല്ലെങ്കിൽ ആ കല്ലറയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു കുരിശിന്റെ കറുത്തൊരു തുണി വിരിക്കും. എന്നിട്ടാണ് അവരെടുത്തത്. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് ആ ബോഡി കിട്ടിയില്ല, അത് മരിച്ച ആളുടെ ബോഡി കിട്ടിയില്ല, അങ്ങനെയെങ്കിൽ ആ ഒരു തുണി വെച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അതിന് സ്മാരക കുർബാന. ആ സ്മാരക കുർബാനയും ഞായറാഴ്ച കുർബാനയ്ക്ക് തുല്യമാവില്ല. ഞായറാഴ്ച ക്രൈസ്തവര് കുർബാന, വിശുദ്ധ കുർബാന എന്നുള്ളത് കടമുള്ള ദിവസമാണ്. അതായത് തിരുസഭയുടെ കൽപ്പന, കത്തോലിക്ക തിരുസഭയുടെ കൽപ്പനകൾ അനുസരിച്ച് ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും മുഴുവൻ കുർബാന പങ്കുകൊള്ളണം. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് വിശ്വാസികൾ ഞായറാഴ്ചത്തെ കുർബാന അനിവാര്യമാകുന്നതും പള്ളിയിൽ പോകുന്നതും മുഴുവൻ കുർബാനയും അതോടൊപ്പം വിശുദ്ധ കുർബാന സ്വീകരണവും ചെയ്യുന്നത്. അതും ഈ മരിച്ചവരുടെ കുർബാനയായിട്ടും റിക്വിയം മാസമായിട്ട് തുല്യമല്ല. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം, റിസറക്ഷൻ, അത് ഓർമ്മിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച. അതുകൊണ്ട് തന്നെ ഓരോ ഞായറും ഈസ്റ്റർ ആണ് എന്ന രീതിയിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. ഈ ഞായറാഴ്ച കുർബാനകളിൽ സന്തോഷവും ആഘോഷവും, അതായത് ഫീസ്റ്റ് കുർബാനയും അതോടൊപ്പം തന്നെ ഞായറാഴ്ചത്തെ കുർബാനയ്ക്കും സന്തോഷവും ആഘോഷമുള്ള കുർബാനയാണ്. സാധാരണയായി ഗ്ലോറിയ എല്ലാ ഞായറാഴ്ചകളിലും അല്ല ഫീസ്റ്റ് ഇതിലുണ്ടാകും. എന്നാൽ നോമ്പ് കാലങ്ങളിൽ ഗ്ലോറിയ സാധാരണ ഉണ്ടാവാറില്ല. അതും ആ നോമ്പ് കാലങ്ങളിൽ ഒരു ഫീസ്റ്റ് ഡേ, ഉദാഹരണമായി മാർച്ച് 19 അതുപോലുള്ള ഫീസ്റ്റ് ഡേ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗ്ലോറിയ പ്രത്യേക സാങ്ഷനോടുകൂടി ചെയ്യാവുന്നതാണ്. അക്കാലത്ത് ഹല്ലേലൂയ ഉണ്ടാവും. കൂടുതൽ വിശ്വാസികൾ പങ്കെടുക്കുന്ന കുർബാനയാണ് വിശുദ്ധ കുർബാന. എന്നാൽ അത് സഭ നിർബന്ധമാക്കിയാന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒബ്ലിഗേഷൻ, അതായത് കടമുള്ള തിരുനാളാണ്. ഈ ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് ചിലർക്ക്, എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേർക്കും അറിയില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. വിശുദ്ധ കുർബാന എന്നുള്ള ഒരൊറ്റ കുർബാനയായിട്ട് ചിന്തിക്കുന്നവരുണ്ട്.
8ഓളം തരങ്ങളുണ്ട്, ടൈപ്സ് ഉണ്ടെന്ന് പലർക്കും അറിയില്ല. അത് വൈദികർക്ക് അറിയാൻ പറ്റും, എന്നാൽ സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് അതറിയില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചിലരുണ്ട് ഞായറാഴ്ച കുർബാനയ്ക്ക് പകരം ഒരു കല്യാണ കുർബാന മതി എന്ന് ചിന്തിക്കുന്നുണ്ട്. ഞാൻ കല്യാണ കുർബാനയ്ക്ക് പോകുന്നുണ്ടല്ലോ, അപ്പൊ ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് പോകണ്ടല്ലോ. ഒരു ഞായറാഴ്ചത്തെ കുർബാനയ്ക്കാണ് ആ ഇടവക, അതായത് ഞായറാഴ്ച കുർബാന ഏതെങ്കിലും പള്ളിയിൽ കൂടണമെന്നല്ല പറയുന്നത്, അതാത് ഇടവകയിൽ പോകണം എന്നാ പറഞ്ഞത്. ആ ഒരു കൂട്ടായ്മയാണ് ഉണ്ടാകുന്നത്. എല്ലാവരെയും കാണാൻ, എല്ലാവരും സംസാരിക്കാം എന്നതിനേക്കാൾ തങ്ങളുടെ ഇടവകയിൽ എന്തൊക്കെ നടക്കുന്നു, ഏതൊക്കെ നടക്കുന്നു, ഈ അടുത്ത ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ എന്തൊക്കെയാണ് എന്നുള്ള അറിയിപ്പ് കൂടി നൽകുന്നത് നമ്മളുടെ ഇടവകയിലാണ്. അതുകൊണ്ട് ഇടവകയിൽ തന്നെ വിശുദ്ധ കുർബാന കൂടണം എന്ന് പറയുകയാണ് ഞായറാഴ്ച കുർബാന. ഓക്കെ, ഞായറാഴ്ച കുർബാന എന്നത് കൃതജ്ഞതാബലിയാണ്. അതായത് ഒരു കല്യാണ കുർബാനയോ ഒരു മൃതസംസ്കാര കുർബാനയോ അല്ല, അതോടൊപ്പം തന്നെ സ്തോത്ര ബലിയാണ്. എന്താണ് കൃതജ്ഞതാബലി? ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ബലിയാണ് കൃതജ്ഞതാബലി. സ്തോത്ര ബലി എന്താണ്? സ്തുതിക്കുകയാണ്. ഈ സ്തുതിപ്പുകൾ ഈ കല്യാണ കുർബാന നടക്കുന്നില്ല, എന്നാൽ മൃതസംസ്കാര കുർബാനയിലും അത് നടക്കുന്നില്ല. അപ്പോ അവിടെ താങ്ക്സ് ഗിവിങ് നടക്കുന്നില്ല, പ്രൈസിങ് നടക്കുന്നില്ല. അത് ആ പരേതാത്മാവിന് വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കുക. ഇനി സ്തുതി, നന്ദി, പ്രായശ്ചിത്തം, അപേക്ഷ, സമർപ്പണം, ഐക്യം, രക്ഷ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയിലൂടെ നൽകുന്നത്. ഒരു സ്തോത്ര ബലിയാവുന്നത് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്. എന്നാൽ അത് കൃതജ്ഞതാ ബലിയാവുമ്പോഴോ ദൈവത്തിന് നന്ദി പറയാണ്. അത് പ്രായശ്ചിത്ത ബലിയാവുമ്പോഴോ നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ ചോദിക്കുകയാണ്. അത് ആശീർവാദ ബലിയാവുമ്പോഴോ അനുഗ്രഹത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. ഒരു അപേക്ഷ ബലിയാവുമ്പോഴോ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുകയാണ്. അതൊരു സമർപ്പണ ബലിയാവുമ്പോഴോ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അത് സ്മാരക ബലിയാവുമ്പോഴോ യേശുവിന്റെ കുരിശ് ബലിയുടെ ഓർമ്മയ്ക്കായി ചെയ്യാണ്. അതൊരു ഐക്യബലിയാവുമ്പോഴോ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്, ആയതിനാൽ നാം ഒരേ ശരീരമാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ സമ്പൂർണ്ണ ബലി എന്ന് പറയുന്നത്. ഇനി സ്തോത്ര ബലി എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് 8 തരം ബലികളാണുള്ളത് വിശുദ്ധ കുർബാനയുള്ളത്. അപ്പൊ സ്തോത്ര ബലി, അതായത് സാക്രിഫൈസ് ഓഫ് പ്രൈസ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നതാണ്. അല്ലെ ഗ്ലോറിയ, ഹോളി ഹോളി, അല്ലെ പരിശുദ്ധം പരിശുദ്ധം തുടങ്ങിയ സ്തുതിഗാനങ്ങൾ ഇതിന്റെ ഭാഗമാണ്. ദൈവത്തിന്റെ മഹത്വം പ്രഖ്യാപിക്കുന്ന ബലിയാണ് സ്തോത്ര ബലി. അടുത്തത് 2 കൃതജ്ഞതാ ബലി. കൃതജ്ഞതാ ബലി എന്നല്ല, താങ്ക്സ് ഗിവിങ് സാക്രിഫൈസ് ആണ്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ബലിയാണ്. യുക്കാരിസ്റ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അത് തന്നെയാണ്. എല്ലാം ദൈവത്തിന്റെ ദാനം എന്നുള്ള തിരിച്ചറിവാണ് അതിലൂടെ ഉണ്ടാവുന്നത്. ഇനി മൂന്നാമതായി പറയുന്നത് പ്രായശ്ചിത്ത ബലിയാണ്. അതായത് സാക്രിഫൈസ് ഓഫ് അറ്റോൺമെന്റ് എന്ന് പറയും. നമ്മുടെ പാപങ്ങൾക്കായി ക്ഷമ ചോദിക്കുന്ന ബലിയാണ്. യേശുവിന്റെ കുരിശിലെ ബലിയെ ഓർമ്മിക്കുകയാണ്. പാപമോചനത്തിനായുള്ള പ്രാർത്ഥനയാണ് അതിൽ. ഇനി നാലാമതുള്ളത് ആശീർവാദ ബലിയാണ്. സാക്രിഫൈസ് ഓഫ് ബ്ലെസ്സിങ്, ദൈവത്തിന്റെ അനുഗ്രഹം അപേക്ഷിക്കുന്ന ബലി. കുടുംബം, ആരോഗ്യം, ജീവിതം, തൊഴിൽ, അങ്ങനെ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അനുഗ്രഹം അപേക്ഷിക്കുന്ന ബലിയാണ്. ദൈവത്തിന്റെ കൃപ തേടുന്ന ബലിയാണ്. അഞ്ചാമത്തതാണ് അപേക്ഷ ബലി എന്നാണ്. പെറ്റീഷൻ, സപ്ലിക്കേഷൻ മാസ് എന്ന് പറയും. പ്രത്യേക ആവശ്യങ്ങൾക്കായി, ജോലിക്കായി, പഠനത്തിനായി, സമാധാനത്തിനായി, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന കുർബാനയാണ് അപേക്ഷാ ബലി അല്ലെങ്കിൽ പെറ്റീഷൻ ബലി എന്ന് പറയുന്നത്. സാക്രിഫൈസ് ഓഫ് പെറ്റീഷൻ, സാക്രിഫൈസ് ഓഫ് സപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദൈവമേ ഞങ്ങളെ കേൾക്കണമേ എന്ന പ്രാർത്ഥനയാണ് അതിൽ. ഇനി ആറാമത് പറയുന്നത് സമർപ്പണ ബലിയാണ്. ഓഫറിങ്, അതായത് സാക്രിഫൈസ് ഓഫ് ഓഫറിങ്, സാക്രിഫൈസ് ഓഫ് സെൽഫ് സറണ്ടർ, നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നത്. ടേക്ക് ആൻഡ് റിസീവ് എന്ന മനോഭാവമാണ് അതിനുള്ളത്. നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് നൽകലാണ്. ഏഴാമതുള്ളത് സ്മാരക ബലി, മെമ്മോറിയൽ സാക്രിഫൈസ് എന്ന് പറയും. യേശുവിന്റെ കുരിശ് ബലി സ്മരിക്കുന്നത് ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ എന്ന ആജ്ഞയാണ്. ഒരിക്കൽ നടന്ന ബലി എന്നും നമ്മളിൽ ജീവിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ അത് ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ്. 8 ഐക്യബലി എന്ന് പറയും. ദി സാക്രിഫൈസ് ഓഫ് കമ്മ്യൂണിയൻ, യൂണിറ്റി സാക്രിഫൈസ് എന്ന് പറയും.
വിശ്വാസികളുടെ ഐക്യത്തെ പ്രകടമാക്കുന്ന ബലി. ഒരേ ശരീരവും ഒരേ രക്തവും സ്വീകരിക്കുകയാണ് നമ്മൾ. അതിലൂടെ നമ്മൾ ഒന്നാവുകയാണ്. ക്രിസ്തുവിലും പരസ്പരവും നാം ഒന്നാകലാണ്. വിശുദ്ധ കുർബാനയെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് പഠിച്ചിട്ടും പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടും അറിയാനാവാത്ത ഒത്തിരി നിറഞ്ഞിട്ടുള്ള ഒന്നാണ് വിശുദ്ധ കുർബാന എന്ന് നാം ചിന്തിക്കുക. ഇനി ഒമ്പതാമത്തായിട്ട് പറയുന്നത് മോചന ബലിയാണ്. റിഡംപ്റ്റീവ് സാക്രിഫൈസ് എന്ന് പറയും. മനുഷ്യരുടെ രക്ഷയ്ക്കായുള്ള ബലി. യേശുവിന്റെ ത്യാഗം വഴി ലഭിച്ച രക്ഷയുടെ ഉറവിടം. അതാണ് വിശുദ്ധ ബലി. ഞാൻ വിശുദ്ധ കുർബാനയെ പറ്റി, അത് കത്തോലിക്ക കുർബാനകളെ പറ്റി നൽകാം. അത് ലത്തിൻ കുർബാനയുടെ തരാം, അതുപോലെ സീറോ മലബാർ കുർബാന, അതുപോലെ മലങ്കര കുർബാന. ഈ 3 കുർബാനയെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് തരാം. ലത്തിൻ കുർബാനയെ പറ്റി പറയാനെങ്കിൽ തന്നെ ഒട്ടനവധിയുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 1000 എപ്പിസോഡുകൾ ഉണ്ടെങ്കിൽ പോലും അത് കംപ്ലീറ്റ് ആയിട്ട് തരാൻ പറ്റില്ല എന്നതാണ്. ആ 1000 എപ്പിസോഡിൽ 1 മണിക്കൂർ വെച്ചെടുത്താൽ പോലും തീർക്കാൻ പറ്റില്ല. അത്ര വലിയ അനന്ത സാഗരമാണ് വിശുദ്ധ കുർബാന എന്നാൽ. ഓരോ വാക്കിലും ഉണ്ടർത്ഥം, ഓരോ പ്രവൃത്തിയിലും ഉണ്ടർത്ഥം, ഓരോ അടയാളങ്ങളിലും ഉണ്ടർത്ഥം. പലപ്പോഴും ഇതൊന്നും അറിയാത്ത ഒട്ടനവധി കപ്പ്യാന്മാരുണ്ട്, ഒട്ടനവധി അൽത്താര ശുശ്രൂഷകരുണ്ട്, ഒട്ടനവധി വിശുദ്ധ കുർബാന കൊടുക്കുന്നുണ്ട്. തങ്ങൾ മുട്ടുകുത്തുന്നത് എന്തിനെന്ന് അറിയാൻ പറ്റില്ലാത്തവരുണ്ട്, തങ്ങൾ പരസ്പരം സമാധാനം ആശ്വസിക്കുക എന്നറിയാത്തവരുണ്ട്. ഒരു അറിവ് നൽകുന്നവരവരെ പറയുമ്പോൾ വ്യക്തമായി പറയണം, തീർത്തും പറയണം. ഒരു മുറിവൈദ്യൻ എപ്പോഴും അത് രോഗികൾക്ക് ആപത്താണ്. അതുപോലെ അറിവ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അൽമായലിന്റെ അടുത്ത് കിട്ടണം. അൽമായരത് കൃത്യമായി പറയും. ഒന്നും ഒളിച്ചു വെച്ചുകൊണ്ടല്ല, മറച്ചു വെച്ചുകൊണ്ടല്ല, ശരിയായി തരും. ഇൻ ദി കാത്തലിക് ചർച്ച്, ദി ഹോളി മാസ് ഈസ് ജനറലി ക്ലാസിഫൈഡ് by its form of celebration: high, low, solemn, or by the liturgical occasion, that is Sunday, daily, and votive. The primary forms are the Roman rites, that is ordinary or extraordinary, and various Eastern rites, with masses also categorized by intention, such as funeral, that's requiem, or nuptial. Nuptial means marriage mass, baptism mass, or birthday masses, any other masses. Major classifications of Holy Mass: Low Mass, Missa Lecta, a simplified spoken mass celebrated by a priest, often with minimal music or nil music. High Mass, Missa Cantata, a mass where parts are sung by the priest and choir. Solemn Mass, a high mass celebrated with a priest, deacon, and subdeacon, usually featuring incense. Pontifical Mass, a mass celebrated by a bishop. Concelebrated Mass, a mass where multiple priests or bishops celebrate together. Masses by liturgical occasion or purpose. Sunday Mass, the principal weekly celebration. Daily Mass, shorter weekday celebrations. Votive Mass, a mass for a specific purpose or intention. Example of the Holy Spirit, of the Blessed Virgin Mary. Requiem Mass, a mass for the dead, that is funeral mass. Nuptial Mass, a mass celebrated during a wedding. Healing Mass, focused on healing prayers, often with the anointing of the sick. Liturgical rites, masses can also be differentiated by their liturgical rites, including the Roman, that is Latin, rite, and Eastern rites, that is Byzantine, Alexandrian, Antiochian, East Syriac, and Armenian. കത്തോലിക്ക സഭയിൽ വിശുദ്ധ കുർബാനയെ സാധാരണയായി ആഘോഷത്തിന്റെ രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആരാധന സന്ദർഭത്തിനനുസരിച്ചാണ്
തരംതിരിച്ചിരിക്കുന്നത്. ലോ, ഹൈ, സോളം, ഞായർ, ദിനംപ്രതി, വോട്ടീവ്, അതനുസരിച്ചാണ് തരംതിരിച്ചിരിക്കുന്നത്. പ്രാഥമിക രൂപങ്ങൾ റോമൻ ആചാരപ്രകാരം സാധാരണ അല്ലെങ്കിൽ അസാധാരണ, വിവിധ പൗരസ്ത്യ ആചാരങ്ങൾ എന്നിവയാണ്. കുർബാനകളും ഉദ്ദേശ്യമനുസരിച്ച് തരംതിരിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഫ്യൂണറൽ, റിക്വിയം, അതല്ലെങ്കിൽ വിവാഹം, അതായത് മാരേജിനുള്ളത്. വിശുദ്ധ കുർബാന, ലോ കുർബാന, അതായത് മിസാലക്ട, ഒരു പുരോഹിതൻ മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്ന മാസമാണ് അത്. ആ മാസത്തിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു ഒറ്റ കുർബാന എന്ന്. അന്ന് ക്യാഷിനൊക്കെ വാല്യൂ ഉള്ളതുകൊണ്ടാണ് ഒറ്റ കുർബാന, പാട്ട് കുർബാന എന്ന് തരംതിരിച്ചതാണ്. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാം പാട്ട് കുർബാന. അതിൽ അച്ഛൻ മാത്രമായിരിക്കും കുർബാന അർപ്പിക്കുന്നത്, പാട്ടുകാരുണ്ടാവില്ല. അതെല്ലാം ഗദ്യരൂപത്തിലായിരിക്കും പറയുക. ഇപ്പൊ പരിശുദ്ധൻ പരിശുദ്ധൻ പാട്ടൊക്കെ എല്ലാം പറയുക മാത്രമായിരിക്കും, ഏറ്റുചൊല്ലൽ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതില് ചിലപ്പോൾ ചെറിയ സ്ഥലങ്ങളിൽ മാത്രം സംഗീതം ഉണ്ടാവാം. പിന്നെ മിസ കാൻഡിറ്റ, അതായത് ഉയർന്ന ഹൈ മാസ്, അത് പുരോഹിതനുണ്ടാവും, ഗായക സംഘവും ഉണ്ടാവും. അതായത് പുരോഹിതൻ കുർബാന ആലപിക്കും, അതോടൊപ്പം തന്നെ ഗായക സംഘം ഗാനങ്ങൾ ആലപിക്കും. അടുത്തത് സോളം മാസ്, ഒരു പുരോഹിതൻ, ഒരു ഡീക്കൻ, സബ് ഡീക്കൻ എന്നിവരോടൊപ്പം ആഘോഷിക്കുന്ന കുർബാനയാണ്. അതില് ധൂപം ഒക്കെ ഉണ്ടാവും. ഒരു കുർബാന ഏത് തരത്തിലെന്നറിയാൻ ആ അൽത്താരയ്ക്ക് മുകളിൽ വെക്കുന്ന തിരികെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ധൂപക്കുറ്റിയുടെ നോക്കിയാൽ മതി. അങ്ങനെ അൽത്താര നോക്കിയാൽ നമുക്ക് ഏത് തരത്തിലുള്ള മാസാണ് അർപ്പിക്കുന്നതെന്ന് അറിയാനാവും. ചില കപ്പ്യാരെ സംബന്ധിച്ചിടത്തോളം, ചില ഒരു ചെമ്മതൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതറിയാൻ പാടില്ല. ഇപ്പൊ ധൂപക്കുറ്റി തന്നെ ഒന്നിന് പകരം രണ്ടായിട്ടും, രണ്ടിന് പകരം മൂന്നായിട്ടും, അത് ഏതിനൊക്കെ ഏത് രീതിയിലാണ് ധൂപക്കുറ്റി ഇടുന്നതെന്ന് പോലും അറിയാൻ പാടില്ലാത്ത തലത്തിലാണ് ചില ആൾട്ടർ ബോയ്സ്, ചെമ്മതൂർ, കപ്പ്യാരൊക്കെ. അത് എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ക്ലാസ് പ്രത്യേകം കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം, അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം, അത് പറഞ്ഞു കൊടുക്കാറുമില്ല. നെക്സ്റ്റ്, കോൺസെലിബ്രേറ്റഡ് മാസ്, ഒന്നിലധികം പുരോഹിതന്മാരോ ബിഷപ്പ്മാരോ ഒരുമിച്ച് ആഘോഷിക്കുന്ന കുർബാനയാണ് കോൺസെലിബ്രേറ്റഡ് മാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പൊന്തിഫിക്കൽ മാസ്. ഈ പൊന്തിഫിക്കൽ മാസ് എന്ന് പറയുമ്പോൾ ബിഷപ്പായിരിക്കും മെയിൻ സെലിബ്രന്റ്, മുഖ്യ കാർമ്മികൻ ബിഷപ്പായിരിക്കും. അതോടൊപ്പം അച്ഛന്മാർ കാണും, അച്ഛന്മാരുടെ എണ്ണവും കൂടാം. അപ്പൊ അതിന് പ്രത്യേകത ഉണ്ട്. അൾട്ടാറിലേക്ക് മുകളിൽ 7 തിരികളുണ്ടാവും. മറ്റുള്ളത് 2ആവാം, ഓർഡിനറി മാസിലാണെങ്കിൽ 2ആണ്, 4ആകാം, 6ആകാം. 7 വരുന്നത് കാണുമ്പോൾ പൊന്റിഫിക്കൽ മാസ് ആണെന്ന് ചിന്തിക്കുക. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ തരാം കേട്ടോ. മറ്റുള്ളത് എപ്പോഴും ഞാൻ തരാം എന്ന് പറയുകയാണ്, ഒത്തിരിയധികം സബ്ജക്ട്സ് നമുക്ക് കിടക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ഓരോ കുർബാനയും അതിന്റെ ഉദ്ദേശം അനുസരിച്ചാണ്, ആരാധന സന്ദർഭം അനുസരിച്ചാണ്. ഞായറാഴ്ചത്തെ കുർബാന പ്രധാന വാരാന്ത്യ ആഘോഷം, അതായത് ഒരു ഈസ്റ്റർ ആയിട്ട് തന്നെയാണ്, അല്ല ഉയർപ്പായിട്ട് തന്നെയാണ്, ഉയർപ്പ് ഞായറാഴ്ച പോലെ തന്നെയാണ് നമ്മളെല്ലാ ഞായറാഴ്ചയും കാണുന്നത്. അത് തിരുസഭയുടെ കൽപ്പനകളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തിരുസഭയുടെ കൽപ്പനകളിൽ പറയുന്നത് പോലെ തന്നെ ഞായറാഴ്ചകളിൽ ഒരു കടയുള്ള ദിവസം തന്നെയാണ്. പിന്നെ ദിവസേനയുള്ള കുർബാന, അത് ചെറുതായിരിക്കാം, ചിലപ്പോൾ അതോടൊപ്പം തന്നെ വിശുദ്ധന്റെ കുർബാന അതിനിടയ്ക്ക് വരാം. അത് ഡെയിലി മാസസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇംഗ്ലീഷിലും പറഞ്ഞിരിക്കുന്നത്, മലയാളത്തിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുർബാനയെ പലതരത്തിൽ 9 ടൈപ്പായിട്ട് തിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം ഈ തലത്തിലുള്ള തിരിച്ചിരിക്കുന്നതും പറയുകയാണ്. നിങ്ങൾക്ക് പലപ്പോഴും അറിയില്ല. ഇപ്പോൾ ആ ടീച്ചർ പോലും, ഒരു കാറ്റഗിസം ടീച്ചർ പോലും എന്നോടത് പറഞ്ഞെങ്കിൽ, അതായത് മൃതസംസ്കാര കുർബാന ഈസ്റ്റർ കുർബാനയ്ക്ക് പകരമായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിവില്ലായിട്ടാണ്. കാരണം മറ്റൊന്നുമല്ല, വിശുദ്ധ കുർബാനയെ പറ്റി, തരങ്ങളെ പറ്റി അറിയട്ടെ. അങ്ങനെ അറിയില്ലാത്ത ഒത്തിരി പേരുണ്ട്. ഇപ്പോ ഞാൻ പല മൃതസംസ്കാര കുർബാനയ്ക്ക് പോയിട്ടുണ്ട്. എന്നാൽ അത് പരിതാത്മാവിന് വേണ്ടിയിട്ടല്ല അവർ അർപ്പിക്കുന്നത്. അത് ചില പ്രാർത്ഥനകളിൽ നിന്ന് നമുക്കറിയാനാവും. ചില 7ന്റെ കുർബാനയ്ക്ക് ഞാൻ പോന്നിട്ടുണ്ട്. ഇന്നരിയാം കുർബാനയ്ക്ക് അതിലും അച്ഛൻ പറഞ്ഞത്, ആ
പരേതാത്മാവിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും അതിൽ ചില പ്രാർത്ഥനകളിൽ വരുമ്പോൾ ആ തലങ്ങളിലെത്തണം. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനാവും. ഞാനെല്ലാം അറിയുന്ന ഡിക്ഷണറി അല്ല, പഠിച്ചിട്ടാണ്, ഒത്തിരി പഠിച്ചിട്ടാണ്. ഓക്കെ, എല്ലാവർക്കും ഈശംശയായിക്കിട്ട് മറ്റൊരു വീഡിയോയുമായി വിശുദ്ധ കുർബാനയെ പറ്റി ഞാൻ തരാം. ഏവർക്കും ഈശംശയായി സ്തുതിയായിരിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവാനുഗ്രഹങ്ങളും സമൃദ്ധമായി നമ്മളിൽ ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിറയട്ടെ. അതിലൂടെ മറ്റുള്ളവരിലേക്കും ആ പ്രഭ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് കംപ്ലീറ്റ് ചാനൽ വൈറ്റ് ബോർഡ്.